അപ്പം ഞാനോർത്ത് കർത്താവേ, ഇതൊക്കെ കൊണ്ടാണോ ബലി അർപ്പിക്കുന്നത്? അപ്പോ മെയ്യൊന്നുമില്ലാതെ ഈശോ എങ്ങനെയാണ് ബലി അർപ്പിക്കുന്നത്? അങ്ങനെയൊക്കെ വിചാരിച്ച് സാധനങ്ങളെല്ലാം കണ്ടതിൻ്റെ ഒരു കുറച്ച് നേരം അതെല്ലാം നോക്കി. അതെല്ലാം കണ്ടിട്ട് പിന്നെ നോക്കുമ്പോൾ കാണുന്നത് ഈശോ അവിടെ ഇല്ല. ഇപ്പോൾ കമ്മട്ടിലച്ഛൻ അവിടെ ബലിയർപ്പിക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈശോ ധരിച്ചിരുന്നത് പോലെ പഴയ നിയമത്തിലെ പുരോഹിതനെ പോലെ മനോഹരമായ വസ്ത്രമൊക്കെയാണ് കമ്മട്ടിലച്ഛൻ ധരിച്ചിരിക്കുന്നത്. അച്ഛനെ ഞാൻ മിക്കവാറും എപ്പോഴും കാണാറുള്ളതാണ്. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിരുന്നില്ല, പ്രത്യേകിച്ച് ഒരു പേടിയൊന്നും തോന്നിയിരുന്നില്ല. എന്നാൽ ഈ സമയത്ത് അച്ഛനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റാത്തത്ര വലിയ തേജസ് നിറഞ്ഞവനായിരുന്നു അച്ഛൻ. അത്രമാത്രം മഹത്വത്തോടു കൂടിയാണ് അച്ഛനവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും ഞാൻ ഓർത്തു, അച്ഛനാണെങ്കിൽ അപ്പവും മീഞ്ഞും ഇല്ലാതെ ബലിയർപ്പണം നടക്കുകയല്ലോ, ആ ശുശ്രൂഷകനാണെങ്കിൽ ഒന്നും കൊണ്ടേ കൊടുക്കുന്നുമില്ല, ഈ സാധനങ്ങളൊന്നും കാണുന്നുമില്ല. ഇപ്പം ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നവർക്ക് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ക്രൂശിത രൂപം ബലിപീഠത്തിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ക്രൂശി കിടന്ന് ഈശോ എല്ലാ തിരുമുറിവുകളോടും കൂടി പെടയുകയാണ്. തിരുമുറിവുകൾ തുറന്ന് തിരുരക്തം പുറത്തേക്ക് ഒഴുകിയപ്പോൾ അച്ഛൻ ആ കാസയെടുത്ത് കുരിശിൻ്റെ അടിയിൽ പിടിച്ചു. കുരിശിൽ അല്പം പൊങ്ങിയാണ് നിൽക്കുന്നത്, അതിനടിയിൽ പിടിച്ചു കാസയെടുത്ത്. അപ്പോൾ തിരുരക്തം വീണ് കാസ നിറഞ്ഞു. ചില്ല് കൊണ്ടുള്ളതായതുകൊണ്ട് എനിക്ക് കാണാം, ദൂരെ നിന്നാലും എനിക്ക് നന്നായിട്ട് കാണാം. നിറഞ്ഞു വന്നു. ഏറ്റവും ഒടുവിൽ 5-6 തുള്ളി വെള്ളവും കൂടി വീണു. അപ്പോൾ കാസ നല്ലപോലെ നിറഞ്ഞപ്പോൾ അത് ബലിപീഠത്തിലേക്ക് വെച്ചു. എന്നിട്ട് വീണ്ടും ഈശോയുടെ ആ രൂപത്തിന് നേരെ അച്ഛൻ കൈ കൊണ്ടുവന്നു. ഉടുപ്പ് അല്പം ഇറക്കി വെച്ചിട്ട് ആ ഹൃദയത്തിലെ മുറിവിനുള്ളിലൂടെ കൈ അകത്തേക്കിട്ടു. എന്നിട്ട് ഈശോയുടെ ഹൃദയം മാത്രം അവിടെ നിന്ന് പറിച്ചെടുത്തു. എന്നിട്ട് പീലാസയ്ക്കുള്ളിലേക്ക് വെച്ചു. അപ്പോൾ ഈശോ അച്ഛൻ്റെ കൈ നിറയെ ഈശോയുടെ തിരുരക്തമായി. അത് ആ ബേസനിലെ വെള്ളത്തിൽ നല്ലപോലെ കഴുകി. എന്നിട്ട് ആ ടർക്കി കൊണ്ട് നല്ലപോലെ തുടച്ചിട്ട് പിന്നെയും വന്നു നിന്നു. ഇപ്പോഴാണ് ഞാൻ കണ്ടത്, ആ ക്രൂശിത രൂപം മാറിപ്പോയി, എന്നാൽ ആ പാത്രത്തിൽ എടുത്തു വെച്ച ഈശോയുടെ ഹൃദയം ജീവനോടെ തുടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ഹൃദയം ജീവനോടെ പാത്രത്തിലിരിക്കുന്നത് തന്നെത്താനിരുന്ന് തുടിക്കുന്നത് കണ്ടതോടുകൂടി എൻ്റെ പകുതി ജീവൻ പോയ പോലെയായി. എനിക്ക് പിന്നെ അങ്ങോട്ട് നോക്കണമെന്ന് പോലും തോന്നിയില്ല. പക്ഷേ എനിക്ക് നോക്കാതിരിക്കാൻ പറ്റുകയില്ല, കാരണം എൻ്റെ കണ്ണ് തുറന്നേ ഇരിക്കുകയുള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്ന വശത്തേക്ക് തലയൊന്നും തിരിക്കാനൊന്നും എനിക്ക് പറ്റുകയില്ല. ഞാനത് കണ്ടുകൊണ്ട് തന്നെ നിൽക്കുക. അച്ഛൻ ബലി തുടർന്നു. കൂദാശ വചനങ്ങൾ ഉച്ചരിക്കുന്ന സമയമായപ്പോൾ ഈ ഹൃദയം എടുത്ത് ഉയർത്തിയിട്ട് അച്ഛൻ പറഞ്ഞു, ഇതെൻ്റെ ശരീരമാകുന്നു. കാസ എടുത്ത് ഉയർത്തിയിട്ട് പറഞ്ഞു, ഇതെൻ്റെ രക്തമാകുന്നു. വീണ്ടും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക പ്രാർത്ഥനകളുടെ സമയമായപ്പോൾ അഗ്നി എവിടുന്നാ വന്നതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. മുകളിൽ നിന്നാണോ താഴെ നിന്നാണോ എന്ന്. ഞാൻ തീക്കകത്ത് നിൽക്കുകയാണെന്ന് മാത്രം മനസ്സിലായി. അത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അത് മാറിപ്പോയി. വീണ്ടും കാഴ്ചവസ്തുക്കൾ വിഭജിക്കുന്ന സമയമായപ്പോൾ അച്ഛൻ ആ കത്തിയെടുത്ത് ജീവനുള്ള ഈശോയുടെ ഹൃദയം നടുവെ പിളർന്നു. അപ്പോഴും തുടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം, മുറിച്ചപ്പോഴും ആ ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കുക. ആ ഹൃദയം നടുവെ പിളർന്നു. എൻ്റെ പകുതി ഉണ്ടായിരുന്ന ജീവനും കൂടെ പകുതി പോയി. എനിക്ക് ഒന്നും കാണണ്ടെന്ന് എൻ്റെ ഉള്ളിൽ കരഞ്ഞു പറയുന്നുണ്ട്. ഞാൻ കരഞ്ഞ് ഈശോയോട് പറയുന്നുണ്ട്, കർത്താവേ, ബന്ധന പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇത് മാറിപ്പോകാൻ വേണ്ടി. പക്ഷെ ഒന്നും മാറിപ്പോകുന്നില്ല. എന്തെല്ലാം ഉണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുക. അച്ഛൻ ഈശോയുടെ ഹൃദയം മുഴുവൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു വെച്ചു. പാത്രം നിറച്ചു മുറിച്ചു വെച്ചു. ആ ജീവനുള്ള ഹൃദയം മുഴുവൻ ഇങ്ങനെ മുറിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. വളരെ ഉച്ചത്തിൽ ഞാൻ കരയുന്നുമുണ്ട്, സ്വരം പുറത്ത് വരുന്നില്ലെങ്കിലും. അങ്ങനെ ഹൃദയം മുഴുവൻ മുറിച്ച് വെച്ച് നോക്കിയപ്പോൾ കത്തി നിറയെ തിരുരക്തമായി. അതും നല്ലപോലെ ആ ബേസനിലെ വെള്ളത്തിൽ കഴുകി എന്നിട്ട് തുടച്ച് അവിടെ എടുത്തു വെച്ചു. എന്നിട്ട് വീണ്ടും വന്നു. അപ്പോഴാണ് ഞാൻ കണ്ടത്, മുറിച്ച് വെച്ചിരിക്കുന്ന ഈശോയുടെ ഹൃദയം മുഴുവൻ, ഓരോ കഷ്ണവും മുഴുവൻ ഹൃദയവുമായി മാറിയിരിക്കുക. ചെറിയ ചെറിയ ഹൃദയങ്ങളാണ്. പാത്രം നിറയെ കുറേയേറെ ഹൃദയങ്ങൾ ഒരുമിച്ചിരുന്ന് തുടിക്കുകയാണ്. അത് കണ്ട ഉടനെ ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, ഇന്ന് ഞാൻ കുർബാന സ്വീകരിക്കില്ല. ജീവനുള്ളൊരു ഹൃദയം കണ്ടുകൊണ്ട് എനിക്കത് പോയി സ്വീകരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ കുർബാന സ്വീകരിക്കുകയില്ല, എന്നോട് ക്ഷമിക്കണം. പിന്നെ അവിടെ തന്നെ നിന്നു. എല്ലാവരും കുർബാന സ്വീകരിക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ നിന്നപ്പോൾ എൻ്റെ കാവൽമാലാഖ എന്നെ ചെല്ലാൻ പറഞ്ഞു വിട്ടു. അതിൻ്റെ ശക്തിയിൽ ഞാൻ മുമ്പോട്ട് നടന്നു വന്നു. അപ്പം ഞാൻ ഓർത്തു, അടുത്ത് വരുമ്പോൾ മാറ്റം വരുമായിരിക്കും, എനിക്ക് തോന്നുന്നതായിരിക്കും എന്ന് ഓർത്തു. എന്നാൽ അടുത്ത് വരുമ്പോൾ മാറ്റമൊന്നും വരുന്നില്ല. അപ്പം ഞാൻ ഓർത്തു, സക്രാരിയിൽ നിന്ന് എടുത്തു വെച്ചിരിക്കുന്ന വസ്തുണ്ടല്ലോ, അത് കുഴപ്പമില്ലായിരിക്കും എന്ന് ഓർത്തു. എന്നാൽ തൊട്ടടുത്ത് വന്നപ്പോൾ ആ പാത്രവും നിറയെ ജീവനുള്ള ഹൃദയം ഒരു തുടിക്കുക. അച്ഛൻ ആ പാത്രത്തിൽ നിന്ന് ഒരു ഹൃദയം എടുത്ത് ആ കാസയിലെ തിരുരക്തത്തിന് മുക്കി എൻ്റെ നാവിൽ വെച്ച് തന്നപ്പോൾ അഗ്നി വിഴുങ്ങുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. തീക്കട്ട ഇറങ്ങിപ്പോകുന്നത് പോലെയാണ് അനുഭവപ്പെട്ടത്. കത്തി എരിഞ്ഞുകൊണ്ട് എനിക്ക് അത് ഇറങ്ങിപ്പോകുന്നത് അറിയാമായിരുന്നു. തീ വിഴുങ്ങിയതുപോലെ
ഞാൻ ഒരു തരത്തിൽ തിരിച്ചു വന്ന് ഞാൻ ഇരുന്ന സ്ഥലത്ത് വന്ന് കമന്ന് വീണ് കിടന്നു. എഴുന്നേറ്റില്ല. പിന്നെ കുർബാന തീർന്നെന്ന് പ്രാർത്ഥന കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് തലയുയർത്ത് നോക്കുമ്പോൾ കാണുന്നത് ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചിരിക്കുക ദിവ്യകാരുണ്യം ഒരു വലിയ തിരുഹൃദയം എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഹൃദയം ജീവനോടെ തുടിക്കുക. അരളിക്ക് കൊള്ളുന്ന തിരുരക്തം പുറത്തേക്ക് ഒഴുകി ബലിപീഠത്തിൽ തുണിയെല്ലാം നനഞ്ഞു കിടക്കുക. പിന്നെ എനിക്ക് കാണണമെന്ന് തോന്നിയില്ല. പെട്ടെന്ന് തന്നെ ഞാൻ ഒരു തരത്തിൽ പുറത്തിറങ്ങി. എന്നിട്ട് നേരെ 6ാം നിലയിൽ കയറിപ്പോയി. അവിടെ ഒരു ചാപ്പലുണ്ട്. അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അവിടെ ചെന്നപ്പോൾ അവിടെ ഇതുപോലെ തന്നെ ഒരു ഹൃദയം എടുത്തു വെച്ചിരിക്കുക. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി താഴെ വന്ന് 2ാം നിലയിൽ തന്നെ വന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് ഞാൻ ഓർത്ത്, കർത്താവേ, ഞാൻ അറിയാതെ പ്രാർത്ഥിച്ചു പോയതാണ് കഴിഞ്ഞ ദിവസം. ആ കാര്യമെല്ലാം ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയില്ല. നീ അങ്ങനെ മറഞ്ഞിരുന്നാൽ തന്നെ മതി. നീ ആരെ വരുമൊന്നും വേണ്ട, ഞങ്ങൾക്ക് കാണുകയും വേണ്ട, ആരെയും കാണിച്ചും കൊടുക്കണ്ട. ഈശോയെ മറഞ്ഞു തന്നെ ഇരുന്നാൽ മതി, കാണുകയൊന്നും വേണ്ട കേട്ടോ, എനിക്ക് സഹിക്കാൻ പറ്റിയല്ലെന്ന് പറഞ്ഞു. അന്ന് മുഴുവൻ ഇരുന്ന് രാത്രി ഞാൻ കരഞ്ഞ് ക്ഷമയൊക്കെ ചോദിച്ചു ഈശോയോട്, ഇനി ഒരിക്കലും അങ്ങനെയൊന്നും പ്രാർത്ഥിക്കുകയല്ലെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പോന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇനി കുഴപ്പമൊന്നും ഉണ്ടാകില്ലെന്ന് ഓർത്തു. 18-ാം തീയതി രാവിലെ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ അച്ഛൻ വന്ന് തിരുവസ്ത്രങ്ങൾ ധരിക്കുന്നവർ ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞപ്പോൾ എല്ലാം പിന്നെ പഴയതുപോലെ തന്നെയായി. എന്നാൽ പുറത്തിറങ്ങി കഴിയുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. എല്ലാവരോടും വർത്താനം പറയുന്നുണ്ട്, ചിരിക്കുകയും സംസാരിക്കുകയും, അവർ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി ഒരു കുഴപ്പമില്ല. ആരും അറിയുന്ന പോലുമില്ല എനിക്കിങ്ങനെ ഒരു വിഷമം ഉണ്ടെന്നുള്ള കാര്യം. എന്നാൽ എനിക്ക് ഭയം തോന്നുന്നുണ്ടെങ്കിലും അത് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള പേടിയല്ല എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് പേടി തോന്നുന്നുള്ളൂ. കർത്താവ് സംസാരിക്കുകയാണ്, എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന പേടിയാണ് ഉള്ളിൽ. അതിനൊന്നും എനിക്ക് യോഗ്യതയില്ല, അർഹതയില്ല, അങ്ങനെയുള്ള പേടികളൊക്കെ ഉള്ളിൽ തോന്നുന്നത്. അതോ ഇത് എന്താ ഞാൻ കാണുന്നത്, ദൈവം തന്നെയാണോ കാണിക്കുന്നത്, അങ്ങനെയൊക്കെ ഓർത്തിട്ടുള്ള പേടിയാണ്. കാണുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പേടിയല്ല എനിക്ക്. ഇങ്ങനെ അന്നും എല്ലാം തലേദിവസത്തെ പോലെ ആവർത്തിച്ചു. അന്ന് കുർബാന സ്വീകരണം കഴിഞ്ഞപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, കർത്താവേ, ഇനി എനിക്ക് പറ്റുകയില്ല കുർബാന സ്വീകരിക്കാൻ. നാളെ ഒരു ദിവസം കൂടി ഞാൻ ബലി അർപ്പിക്കാൻ വരും. ഇങ്ങനെ കുർബാന സ്വീകരിച്ചാൽ ഞാൻ ഇനി മരിച്ചു പോകും. അതുകൊണ്ട് നാളെ അവസാനത്തെ ബലി അർപ്പിക്കാൻ വേണ്ടി ഞാൻ വരും. അതിൻ്റെ അവസാനത്തെ ബലിയാണ് നാളത്തെ ബലി. അന്നും കൂടി ഒരു മാറ്റവും വരുന്നില്ലെങ്കിൽ പിന്നെ എന്നെ നീ പ്രതീക്ഷിക്കരുത്, എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്. അപ്പം ഞാൻ ഓർത്തു, ഞാൻ ഒരിക്കലും ബലി അർപ്പിക്കാൻ വരരുതെന്ന് ഈശോ ആഗ്രഹിക്കുകയല്ലോ. അപ്പോൾ ഇതെടുത്ത് മാറ്റിക്കോളെന്നാണ് ഓർത്തത്. എന്നിട്ട് പിറ്റേ ദിവസം ബലി അർപ്പിക്കാൻ പോയി സന്തോഷത്തോടു കൂടി നിൽക്കുക, കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് ഓർത്ത്. പക്ഷേ അച്ഛൻ വന്ന് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞപ്പോൾ തൊട്ട് എല്ലാ കാര്യങ്ങളും പഴയതുപോലെ തന്നെ ആവർത്തിക്കപ്പെട്ടു. അന്ന് കുർബാന സ്വീകരണം കഴിഞ്ഞ് തിരിച്ച് പുറകുവശത്ത് പോകാൻ പറ്റില്ല. പകുതി വഴി എത്തിക്കഴിയുമ്പോൾ അവിടെ വീണ് കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വലിയൊരു സ്വരം കേട്ടു. ഞാൻ തലയുയർത്ത് നോക്കി. അപ്പോൾ കാണുന്നത് സക്രാരി തുറന്ന് തിരുഹൃദയ രൂപത്തിലെ ഈശോ അവിടെ നിന്ന് ഇറങ്ങി വരിക എൻ്റെ നേരെ. ഞാൻ ചാടി എഴുന്നേറ്റ് നിന്നു. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആരാധിക്കണോ, സ്തുതിക്കണോ, മഹത്വപ്പെടുത്തണോ, നന്ദി പറയണോ, ഒന്നും അറിയത്തില്ല. അങ്ങനെ എഴുന്നേറ്റ് നിന്നപ്പോഴേക്കും ഈശോ എൻ്റെ തൊട്ടടുത്തെത്തി. എൻ്റെ ഹൃദയത്തോട് ഈശോ ചേർന്ന് നിന്നപ്പോൾ ഈശോയുടെ ഹൃദയം തുറന്നു. എൻ്റെ ഹൃദയം ഈശോയുടെ ഹൃദയത്തിനുള്ളിലായി. വീണ്ടും ഈശോ ചേർന്ന് നിന്നപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ ഈശോയുടെ ശരീരത്തിനുള്ളിലായി. ഒരു 2 സെക്കൻഡ് സമയം അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ഈശോ പുറത്തേക്ക് ഇറങ്ങി വന്ന് സക്രാരിക്കുള്ളിൽ പ്രവേശിച്ച് വാതിൽ വടഞ്ഞ് ഞാൻ അതുപോലെ തന്നെ അവിടെ വീണ് കിടന്നു. അപ്പോൾ ഒരു സ്വരം കേട്ടു, എൻ്റെ മോളെ, വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നീ എന്നെ സ്വീകരിക്കുക എന്നല്ലേ പറയുന്നേ, പക്ഷേ അതിന് എത്രയോ മുമ്പ് തന്നെ ഞാൻ നിന്നെ സ്വീകരിച്ചിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് തന്നെ. നീ എന്നെ സ്നേഹിക്കുന്നു എന്നല്ലേ പറയുന്നത്, എന്നല്ലേ എത്രയോ കോടിക്കണക്കിന് ഇരട്ടി ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടാണ് നിൻ്റെ അടുത്തേക്ക് വരുന്നത്. എത്രമാത്രമാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. ഞാൻ നിന്നെ മുഴുവൻ എൻ്റെ ഉള്ളിലാക്കിയിട്ട് എൻ്റെ സ്വന്തമാക്കിയിട്ടാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്നത്. അത്രമാത്രം നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, മുഴുവനായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ കാര്യം നീ ഓർത്തു കൊള്ളണം. വേണമെങ്കിൽ എനിക്ക് മാംസവും രക്തമായിട്ട് മാറുന്നതിന് വിഷമമൊന്നുമില്ല. എന്നാൽ ഒരു തിരുവോസ്തിക്കുള്ളിൽ ഞാൻ അനേകം തരികളിലാണ് അടങ്ങിയിരിക്കുക. അനേകം തരി കഷ്ണങ്ങൾ, പൊടികൾ തരികൾ ചേർന്നാണ് ഒരു തിരുവോസ്തി രൂപം കൊണ്ടിരിക്കുന്നത്. അതിലെ ഓരോ തരിയിലും ഞാൻ മുഴുവനും ഉണ്ട്. അല്ലാതെ ഒരു തരിക്കകത്ത് ഒരു ശകലം, അതിൻ്റെ ബാക്കി അടുത്ത തരിയിലല്ല ഞാൻ ഇരിക്കുന്നത്. ഓരോ തരിയിലും ഞാൻ മുഴുവനും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഏറ്റവും നേർമയേറിയ തരികളായി മാറി അതിനുള്ളിൽ മുഴുവനായി ഞാൻ മറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? നിൻ്റെ നാവിൽ വന്നാൽ ഉടനെ തന്നെ എനിക്ക് അലിയാമല്ലോ, ഉടനെ തന്നെ എനിക്ക് നിൻ്റെ ശരീരത്തിൽ മുഴുവൻ വരാമല്ലോ. ദഹിക്കാനൊന്നും നേരം എടുക്കണ്ടല്ലോ. പെട്ടെന്ന് നിന്നെ എനിക്ക് സ്വന്തമാക്കാം, നിൻ്റെ ഉള്ളിലെല്ലാം എനിക്ക് എത്തുകയും ചെയ്യാം. വേഗം ഏറ്റവും നേർമയേറിയ തരിയായി ഞാൻ മാറിയത്